നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ നിഫ്റ്റി തുടർച്ചയായ 4 ദിവസം പോസിറ്റീവിൽ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുകയും 8 മന്ത് ഹൈയിലാണ് നിഫ്റ്റി ഉള്ളത്. ഈ വർഷത്തെ തന്നെ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലാണ് നിഫ്റ്റി ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ആവട്ടെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലും. RBIയുടെ റൈറ്റ് കട്ട് എല്ലാം തന്നെ ബാങ്കിങ് നോൺ ഫിനാൻഷ്യൽ കമ്പനീസിനും ഗുണം ചെയ്തു. കൂടാതെ തന്നെ ഇന്നലെ മണപ്പുറം ഉൾപ്പെടെയുള്ള ഗോൾഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനും ഗുണം കിട്ടിയിട്ടുണ്ട്. ഇതിൽ FIS DIS ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ FIS 1993 കോടി രൂപയ്ക്ക് ബൈ നടത്തി, DIS 3504 കോടി രൂപയ്ക്ക് ബൈ നടത്തി. നിഫ്റ്റി 25,000 മുകളിൽ ക്ലോസ് നടത്തി. 25,100 ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇന്നലെ നമ്മൾ കാത്തിരുന്ന ഒരു കാര്യം US ചൈന ട്രേഡ് ഡീലുകളാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് ധാരണയായിട്ടില്ല. ഒപ്റ്റിമിസമാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഉള്ളത്. അതിൻ്റെ ഒരു ഔട്ട്കം വരുന്നതേ ഉള്ളൂ. അത് മാറ്റി നിർത്തിയാൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റുള്ള 2 ഈവൻ്റ് ഈ ഒരു ആഴ്ചയിലെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. അത് US ഇൻഫ്ലേഷൻ ഡേറ്റ ബുധനാഴ്ചയും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വ്യാഴാഴ്ചയാണ്. ഒരു എത്തും പിടിയില്ലാത്ത ഒരു ഡേറ്റയാണ് ഇൻഫ്ലേഷൻ ഡേറ്റ. കാരണം ഈ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ വലിയ തോതിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏഷ്യൻ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്നലെ പോസിറ്റീവായിരുന്നു, ഇന്നൊരു മിക്സ്ഡാണ്. ഗിഫ്റ്റ് നിഫ്റ്റി വലിയ ചലനങ്ങൾ 2 സൈഡിലേക്കും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു നിൽപ്പ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളും ഓപ്പൺ ഇൻട്രസ്റ്റും ഗ്ലോബൽ മാർക്കറ്റും നോക്കാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് തന്നെ ആവട്ടെ. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇന്നലെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, 61 പോയിന്റ്. ഡോ എന്നാൽ ഫ്ലാറ്റായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. പിന്നെ അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റാണ്, അത് പോസിറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $4,233 ഉയർന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $10 പെർ ഔൺസിന് ഇടിഞ്ഞു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിനിൽ ശക്തമായൊരു ബ്രേക്കൗട്ട് കിട്ടി. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,100 സ്പോട്ട്. ആ ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ട്. PCR 1 താഴെയാണ്. അറ്റ് ദ മണി 25,100 കോളാണ്. സ്ലൈറ്റ്ലി കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് 25,200. മേജർ റെസിസ്റ്റൻസ് സോൺ 25,500 തന്നെയാണ്. അപ്പോൾ 25,000 സ്പോട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ 24,500 സപ്പോർട്ട് സോണുകളുള്ളത്. അതിന് ഓരോ 100 പോയിൻ്റ് ഇൻ്റർവെല്ലിലും നല്ല ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണുകളുണ്ട്. പക്ഷേ മാർക്കറ്റാണ്, നമുക്കറിയാം, ഗ്ലോബലി ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്ന് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആവുക, അറ്റ്ലീസ്റ്റ് പുട്ട് സൈഡിലേക്ക്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും വളരെ കുറഞ്ഞ ചിലവിൽ സ്റ്റോക്കുകൾ വാങ്ങി വിൽപ്പന നടത്താനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും IPO അതല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ ഓപ്ഷൻ ചെയിനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കറാണ്. അതും ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. ഫ്രീ ആണ് അക്കൗണ്ട് ഓപ്പണിംഗ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഉള്ളത് കാപ്രി ഗ്ലോബൽ കമ്പനിയാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ കമ്പനി 2,000 കോടി രൂപ റൈസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. 2,000 കോടി രൂപയല്ല, 500 കോടി രൂപ റൈസ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. ടെക്കം കമ്പനി, ഇവരുടെ പ്രസിഡന്റ് ലക്ഷ്മൺ, അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. ഒബ്രോയ് റിയാലിറ്റി കമ്പനി, ഇവിടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. വിഷ്ണു പ്രകാശ് പുങ്കാല കമ്പനി, കെയർ റേറ്റിംഗ് ഇവർക്ക് ഡൗൺഗ്രേഡ് ചെയ്തു, ഒരു റേറ്റിംഗ് കുറച്ചു എന്നുള്ള ന്യൂസ്. M&M കമ്പനി, M&M ഫിനാൻസിൽ 1,652 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. ജിൻഡാൽ സോ കമ്പനി, സൗദി അറേബ്യയിൽ ഇവരുടെ പൈപ്പ് മാനുഫാക്ചറിങ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. $118 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ITD സെമൻറ്റേഷൻ കമ്പനി, ഇവർക്ക് 893 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പ്രീമിയം എനർജി കമ്പനി, ഇവരെ സംബന്ധിച്ച് സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2.5 CR ഷെയറുകൾ സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. IRB ഇൻഫ്ര, ഇവരുടെ ടോൾ കളക്ഷനെല്ലാം തന്നെ 9% ഇയർ ഓൺ ഇയർ ഉയർന്നു. റവന്യൂ 581 കോടി രൂപ കരസ്ഥമാക്കി. TL ഇൻഡസ്ട്രീസ് കമ്പനി, ഡിഫൻസ് ബിസിനസ് ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. നൈബ് കമ്പനി, ഇവർക്ക് ബ്രിഡ്ജിങ് സിസ്റ്റം ലൈസൻസ് കമ്പനിക്ക് ലഭിച്ചു. ജൂപ്പിറ്റർ വാഗൺ കമ്പനി, ഇവരുടെ EV മൊബിലിറ്റി ഷോറൂം ആദ്യത്തേത് ബാംഗ്ലൂരിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അവർ രാജ്യത്തിലുടനീളം EV മൊബിലിറ്റി ഷോറൂംസ് എക്സ്പാൻഡ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ക്വിസ് കോർപ്പറേഷൻ, കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തലവേദനകൾ
ഉണ്ടാക്കിയ തലവേദന ഇൻ ദ സെൻസ് ക്വിസ് കോർപ്പറേഷൻ്റെ ഡീമർജ് നടന്നു, എന്നാൽ സ്റ്റോക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് സന്തോഷ വാർത്ത, ഡിജിറ്റൈഡ്, ബ്ലൂ സ്പ്രിങ് തുടങ്ങിയ 2 കമ്പനീസാണ് ക്വിസ് കോർപ്പറേഷനിൽ ഡീമർജ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിംഗ് NSE BSE അപ്രൂവൽ കിട്ടി. BEL കമ്പനി ഡിഫൻസ് ഭാഗത്തു നിന്നാണ് ഇവർക്ക് 3000 കോടി രൂപയുടെ ഓർഡർ. BDL കമ്പനി ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ഇവർക്ക് ഡിഫൻസ് സെക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഓർഡർ കിട്ടി. അപ്പോൾ BEL-നും BDL-നും ഓർഡർ കിട്ടി. ആന്റണി വേസ്റ്റ് കമ്പനി, വേസ്റ്റ് പ്രോസസ്സിംഗ് കമ്പനിയാണ്, അവർ മുംബൈയിൽ ഇൻഫ്രാ പ്രൊജക്റ്റിന് അംഗീകാരം കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത്തരം ന്യൂസ് അറിഞ്ഞതിന് ശേഷം ട്രേഡ് ചെയ്യുമ്പോൾ ഗ്ലോബലി ഉള്ള ഈവൻറ്റുകളെല്ലാം തന്നെ അറിഞ്ഞതിന് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്കൊരു ധാരണ കിട്ടുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് തുല്യമാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഇത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ. താങ്ക് യു.